നേപ്പാളിലെ ദൈവീക കാന്തിയും ചരിത്രപ്രസിദ്ധവുമായ ഒരു നഗരമാണ് ജനക്പൂർ. അദ്വിതീയ ഭക്തിസാന്ദ്രതയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി മിഥില രാജധാനിയായിരുന്നു. ഇതാണ് സീതാദേവി ജനിച്ചിടം. ഇന്ന് ഇവിടെ സീതാ മഹാൾ എന്ന ഭക്തിയുടെ ഭവനം നിലകൊള്ളുന്നു. രാമായണകഥയിൽ ജനക മഹാരാജാവിന് ഒരു ദിവ്യ ദർശനം ഉണ്ടായി. ഭൂമാതാവിന്റെ പ്രതിഫലനമായി ഒരു ശിശുവിനെ അയാൾക്ക് ലഭിച്ചു. ആ കുഞ്ഞാണ് സീത. കാലാന്തരത്തിൽ സീതാദേവിയുടെ സ്വയംവര സമ്മേളനം ജനക്പൂർ നഗരത്തിൽ വച്ചു നടന്നു. ഈ സ്വയംവരത്തിന് ഒരു നിർഭാഗ്യവുമുണ്ടായിരുന്നു: ശിവധനുസ്, അതിന്റെ ഭാരം. മഹാശക്തരായ രാജാക്കന്മാരും വീരന്മാരും ശ്രമിച്ചെങ്കിലും പിനാകത്തെ ഉയർത്താൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അയോധ്യാധിപതി ദശരഥന്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠൻ ശ്രീരാമൻ പ്രവേശിച്ചു. രാമചന്ദ്രപ്രഭു അതിനെ ലളിതമായി ഉയർത്തി. അതിന്റെ മധ്യഭാഗം രണ്ടായി തകർന്നു. അപ്പോൾ ജനക രാജാവ് സന്തോഷത്തോടെ സീതയെ രാമനോട് വിവാഹം കഴിപ്പിച്ചു. അതാണ് സീതാരാമ കല്യാണം. ഭൂമിയിൽ തന്നെ ഒരു ദിവ്യ സംഭവമായിരുന്നു. ഇന്ന് സീതാദേവിയുടെ ആ ദൈവിക യാഥാർത്ഥ്യം സീതാ മഹാളിന്റെ തൂണുകളിൽ, ഗൃഹപ്രവേശങ്ങളിൽ, ശിലാലിഖിതങ്ങളിൽ പോലും ദൃഢമായി നിലകൊള്ളുന്നു. 19-ാം നൂറ്റാണ്ടിൽ തിരുഹുദ് രാജാക്കന്മാർ പണികഴിപ്പിച്ച ഈ മഹൽ ഭാരതീയ നേപ്പാളി കലാരൂപങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദീപാവലി, രാമനവമി, വിവാഹ പഞ്ചമി പോലെയുള്ള ഉത്സവങ്ങൾ വിസ്മയകരമാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകർ ദർശനത്തിനായി ഇവിടെ എത്തുന്നു. ഇങ്ങനെയാണ് ജനക്പൂർ സീതാ മഹാളിന്റെ മഹത്വം. ഭക്തിയുടെയും ചരിത്രത്തിന്റെയും സാക്ഷ്യപത്രം. സീതാദേവിയുടെ സ്മരണകൾ ഇന്നും ഇവിടെ ആകാശത്തേക്ക് ഉയരുന്ന തീനാളങ്ങൾ പോലെ നിലകൊള്ളുന്നു. സീതാ മഹാളിലേക്കു തീർത്ഥയാത്ര ചെയ്യുന്നത് ഒരിക്കലും മറക്കാത്ത അനുഭവമാണ്. നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവയ്ക്കൂ. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.